എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഈ റീഡിംഗ് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും കൃത്യതയാർന്ന ശാസ്ത്രീയമായ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത്. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം അറിയാം എന്നുള്ളതാണ്. ആ വ്യക്തിയുടെ അടുത്ത നീക്കവും അടുത്തറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ വീഡിയോയിലേക്ക് പോകുന്നു. ആദ്യത്തെ കാർഡ് ദി എംപവർ എന്ന കാർഡാണ്. എന്താണ് ദി എംപവറിൽ ഒളിച്ചിരിക്കുന്നത്? ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശവും ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പും നമുക്കറിയാം. ആ വ്യക്തി കാര്യങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്, ഉത്തരവാദിത്വവുമുണ്ട്. സുസ്ഥിരമായ ഒരവസ്ഥയിൽ തന്നെയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് സങ്കടകരമായൊരവസ്ഥയിൽ നിന്നും കൂടുതൽ സുസ്ഥിരമായൊരവസ്ഥയിലേക്ക് എത്തുക, കൂടുതൽ ഫലപ്രദമായ രീതിയിൽ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, സ്ഥിരമായി ജീവിതത്തിൽ അല്ലലില്ലാതെ പോവുക. അതായത് ഏതോ ഒരു പ്രതിസന്ധി ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നു. ആ വ്യക്തിയുടെ തീരുമാനങ്ങളിലും ആ വ്യക്തിയുടെ മനസ്സിലും ആ വ്യക്തിയുടെ ചിന്തകളിലുമൊക്കെ ഒരു പ്രതിസന്ധി നിഴലിച്ചിരിക്കുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നും കൃത്യമായി ആ വ്യക്തിക്ക് വിജയിക്കേണ്ടതുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നും വിജയിക്കാനുള്ള ഒരു പുറപ്പാട് തന്നെയാണ് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ കാണിക്കുന്നത്. ആ വ്യക്തി മനസ്സിൽ ഉറച്ച ഉദ്ദേശവും അതുതന്നെയാണ്. ഏതോ ഒരു പ്രതിസന്ധി ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ആ വ്യക്തി വീണിരിക്കാം. ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറി സ്ഥായിയായൊരവസ്ഥയിലേക്ക് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി സാമ്പത്തികമാകാം, വ്യക്തിപരമാകാം, കേസുകളാകാം, വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാകാം, ചെറിയ തരത്തിലുള്ള പ്രതിസന്ധിയാകാം. പക്ഷേ ഒരു പ്രതിസന്ധി എന്നുള്ള സത്യം ആ വ്യക്തിക്ക് മുൻപിൽ നിഴലിച്ച് നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായാലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാനസികമായ ശ്രമങ്ങൾ ആ വ്യക്തി കൃത്യമായി നടത്തുന്നു. ആ വ്യക്തിയുടെ ശ്രമങ്ങൾ അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർത്തും കൃത്യതയാർന്ന തീർത്തും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഉണ്ടാകുന്നു. എവിടെയാണോ ആ വ്യക്തിക്ക് പിഴച്ചത് അതിൽ നിന്നും ആ വ്യക്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും വ്യക്തമാണ്. രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ആ വ്യക്തിയുടെ ഉദ്ദേശമെന്ത്, ആ വ്യക്തിയുടെ നീക്കമെന്ത്, ആ വ്യക്തിയുടെ മനസ്സിലെന്ത്? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏറ്റവും അടുത്തൊരു വ്യക്തിയാണ്. ഈ കാർഡ് പരിശ്രമം, ദൃഢമായ ജോലി, സമർപ്പണം എന്നിവയുടെ പ്രതിനിധിയാണ്. അവരുടെ അടുത്ത നീക്കം നിങ്ങളെ കൂടുതൽ നല്ല വിധത്തിൽ സന്തോഷിപ്പിക്കും. കാരണം ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനത്തിൻ്റെ ഫലമായി ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരകൽച്ചയുണ്ടാവുന്നു. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ അകലാനുള്ളൊരു തീരുമാനവുമായി മുന്നോട്ട് പോയതെന്ന് കൃത്യമായി ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. താൻ ഇങ്ങനെ പോയാൽ ശരിയാകില്ല, ഇങ്ങനെ താൻ പോയാൽ തനിക്ക് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നഷ്ടമാകുമെന്നുള്ള കൃത്യമായ ബോധ്യത്തിൽ നിന്ന് ആ വ്യക്തി ഉണരുകയാണ്. തീർച്ചയായിട്ടും ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെത്തുകയാണ്, നിങ്ങളുടെ ജീവിതം എത്തുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി ഈ റീഡിങ് പറയുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ നിലപാടിനനുസൃതമായി തീരുമാനം മാറ്റുന്നു. നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയോട് പറഞ്ഞിരുന്നു തീരുമാനം മാറ്റണം, ചില കാര്യങ്ങളിൽ നിലപാട് വേണം, ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. അപ്പോൾ ആ വ്യക്തി ശ്രദ്ധിച്ചില്ല. ആ വ്യക്തി അന്ന് ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങളിലേക്ക് ആ വ്യക്തി മുഴുകുകയാണ്. ഇപ്പോൾ ആ വ്യക്തി ഏകാഗ്രമായാണ് ആ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നത്. ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഏകാഗ്രമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ വ്യക്തിയുടെ മനസ്സ്
ഒന്നിലേക്കും മായുന്നില്ല, മറയുന്നില്ല, പോകുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു ലക്ഷ്യത്തിൽ സൂക്ഷ്മമായി ജോലി ചെയ്യുകയാണ്, ചിന്തിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്. ആ വ്യക്തി അതിലേക്ക് എത്തുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആ പ്രവൃത്തിയിൽ ഒരുപാട് പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട്. ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആ ലക്ഷ്യങ്ങൾ വാർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ശക്തമായി നിൽക്കുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി അത് ശ്രദ്ധിച്ചിരിക്കും. അത് നിങ്ങളുടെ തീരുമാനത്തിന് അനുസൃതമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ തീരുമാനത്തിനും അനുസൃതമായി ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു, ആ വ്യക്തിയുടെ നിലപാടുണ്ടാകുന്നു. നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ തെറ്റിദ്ധാരണയില്ല, തെറ്റില്ല, ഒന്നുമില്ല. തീർത്തും ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു, ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ കാര്യത്തിലേക്ക് എത്തുന്നു. അവസാനത്തെ കാർഡ് ദി ഫൂൾ എന്ന കാർഡാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ അടുത്ത തീരുമാനവും ആ വ്യക്തിയുടെ മനസ്സും നമുക്കറിയേണ്ടതുണ്ട്, നാം അറിഞ്ഞേ തീരൂ. ദി ഫൂൾ എന്ന മൂന്നാമത്തെ കാർഡ് ആ വ്യക്തിയുടെ ഉദ്ദേശത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പിനെക്കുറിച്ചും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുടെ അടുത്ത പ്ലാനിനെക്കുറിച്ചൊക്കെ അറിയാൻ കഴിയും. പുതിയ തുടക്കം, എതിരാളികളെ ഭയപ്പെടാതെ മുന്നേറുക, അവിചാരിതമായ വഴികളിലേക്കുള്ള ചുവടുവെക്കലുകൾ എന്നിവയെ ഈ കാർഡ് പ്രതിനിധീകരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത നീക്കം പുതിയ സാധ്യതകൾ കണ്ടെത്താനും ഭയം കളഞ്ഞു നീങ്ങാനും ഒരുപാട് ആത്മവിശ്വാസത്തോടെ പുതിയ മാർഗങ്ങൾ പ്രാപിക്കാനുമാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി കണക്കാക്കി ഇറങ്ങിയിരിക്കുന്നു. ഇനി ആ വ്യക്തിക്ക് സംശയങ്ങളില്ല. കൈവിട്ടുപോയ ആത്മവിശ്വാസം ആ വ്യക്തി തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇനി ഭയമില്ല. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ ആ വ്യക്തി പ്രവർത്തിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് കാലുറച്ച് മനസ്സുറച്ച് ആ വ്യക്തി എത്തുന്നു. നിങ്ങൾക്കനുകൂലമായൊരു നിലപാടാണെന്ന് നാം നേരത്തെ രണ്ടാമത്തെ കാർഡിൽ തന്നെ കണ്ടു. അതിലേക്ക് ആവേശത്തോടെ, അതിലേക്ക് ഏറ്റവും തീക്ഷ്ണമായ ആ വ്യക്തി കടന്നു വരുന്നു. നിറം മങ്ങിയ മേഖലയിൽ നിന്ന്, നിറം മങ്ങിയ സാഹചര്യങ്ങളിൽ നിന്ന് ചുവടുറച്ച, സാധ്യതയുള്ള, ഭയരഹിതമായ, ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പുതിയ മാർഗങ്ങൾ ആ വ്യക്തി പ്രാപിക്കുന്നു. ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത നീക്കത്തെക്കുറിച്ചും ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പിനെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഏറ്റവും കൃത്യതയാർന്ന ഒരു റീഡിങ് നിങ്ങൾക്ക് നൽകുന്നു. ആ വ്യക്തി വിജയത്തിലേക്ക് അടുക്കുന്നു. ആ വ്യക്തി ഉറപ്പിച്ചിറങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. നിലപാടുകളിലും നയങ്ങളിലും ലക്ഷ്യങ്ങളിലും തീക്ഷ്ണതയോടെ ആ വ്യക്തി വരുന്നു, പോസിറ്റീവായി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക നൽകിക്കൊണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.